നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. രാഹുൽ ഇതാ പിടിയിൽ. ഈ വാർത്ത കേൾക്കാനാണ് മലയാളികൾ കുറേയധികം ആളുകളെങ്കിലും കാത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് വലിച്ചിഴച്ച് അങ്ങനെ കൊണ്ടുപോയി കൈവിലങ്ങൊക്കെ ഇട്ട് നമ്മുടെ വാസുവിനെ കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകാമെന്ന് പകൽ കിരാവ് കാണുന്നവർക്ക് ഈ വരുന്ന മണിക്കൂറിൽ അത് സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? രാഹുലിന്റെ ഫോൺ ഓണായി, ഓഫീസ് മുറി തുറന്നിരിക്കുകയാണ്. റീത്ത് വെച്ച പലരെയും അവിടെ ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ഹൈപ്പ്? കാരണം ഇന്നലെ രാത്രി അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നല്ലോ. ഓഡിയോ വരുന്നു, പിന്നാലെ അറസ്റ്റ് എന്ന് പറയുന്നു, മൊഴിയെടുക്കുന്നു, FIR എടുക്കുന്നു, ജാമ്യം ലഭിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നു, രാഹുലിന്റെ അഭിഭാഷകൻ വരുന്നു. അങ്ങനെ സംഭവ ബഹുലമാണ്. ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ ഭയാനകമായ നിലയിലാണ് വാർത്തകൾ പല സ്ഥലങ്ങളിലും ബോംബുകളായി വർഷിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യ വാർത്തയെന്ന് പറയുന്നത് രാഹുൽ എങ്ങനെ ആ ഗർഭചിത്രം നടത്തി. രാഹുലിൻ്റെ ഒരു സുഹൃത്ത് അടൂരുകാരൻ ജോബി ജോസഫ് ഈ ഗർഭചിത്ര ഗുളികയുമായി തിരുവനന്തപുരത്തേക്ക് വരുന്നു. യുവതിയുടെ കയ്യിൽ ഈ ഗർഭചിത്ര ഗുളിക കൊടുക്കുന്നു. ഈ ഗുളിക യുവതി കഴിക്കുന്നു. പിന്നീട് കടുത്ത ബ്ലീഡിങ്. ഇപ്പോൾ നമ്മുടെ ടെലിവിഷനൊക്കെ ഓൺ ചെയ്താൽ എനിക്ക് തോന്നുന്നത് സാധാരണ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇതത്ര പന്തിയുള്ള പരിപാടിയല്ല. മുമ്പൊക്കെ സീരിയലുകളെ നമ്മൾ കുറ്റം പറയും. ഇപ്പോൾ സീരിയലൊക്കെ വളരെ ശോഷിച്ചു പോയി. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥയ്ക്ക് മുന്നിൽ മാർക്ക് റേറ്റിങ്ങിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന ചാനലുകൾ ഒരു വശത്ത്, മറുവശത്ത് ഒരു സർക്കാർ അടപടലം വെട്ടിലായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ വിറച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പറഞ്ഞത് മുഖ്യമന്ത്രിയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം എത്തുന്നു എന്നാണ്. മറുവശത്ത് എൻ വാസു, തൊട്ടു പിന്നാലെ പത്മകുമാർ, ഇനി അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു യുവതി പരാതിക്കാരി നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലുന്നത്. അതും ഇന്നലെ വൈകി പരാതി കൈമാറുന്നു. ഇന്ന് ജോർജ് പൂന്തോട്ടം എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ്, പോലീസ് സ്റ്റേഷനാണോ എന്ന്. BJPയുടെ ഒരു കൗൺസിലർ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ശ്രീലേഖ IPS പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ട് യുവതി ഇതുവരെ പരാതി കൊടുത്തില്ല. രണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്. ഇവിടെയാണ് നമുക്ക് ചില ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരുന്നത്. ഈ ടൈമിംഗ്, ഇതൊരു വല്ലാത്ത ടൈമിംഗ് ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. അതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ യുവതിയെ എത്തിക്കുന്നു. യുവതിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ ഒരു ബോംബ് പൊട്ടിക്കുന്നു. യുവതിയെ ഗർഭിണിയാക്കാൻ നിർബന്ധിക്കുന്ന രാഹുലിന്റെ ശബ്ദം, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിന്റെ ശബ്ദം, അതിന്റെ ചാറ്റുകൾ. അപ്പോൾ ആ ബോംബ് പൊട്ടി കേരളം അതേക്കുറിച്ച് ഇങ്ങനെ ഒരു ഉഗ്ര ചർച്ചകളിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ തൊട്ടു പിന്നാലെ യുവതിയെ സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ വരുന്നു. ഒന്ന്, ദീപ ജോസഫിൻ്റെ ഒരു വെളിപ്പെടുത്തൽ. രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച ആ യുവതി ഗർഭിണിയാണ് എന്ന് പറയുന്ന, ഗർഭിണി ആണ്, പിന്നീട് ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതി വിവാഹിതയാണ്, വിവാഹിതയായിട്ട് 1 വർഷം. പിന്നീട് രാഹുൽ ഈശ്വറിൻ്റെ ഒരു കുറച്ചുകൂടി സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തൽ. അപ്പോൾ യുവതിയുടെ ഗർഭകാലവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ്. അപ്പോഴും രാഹുൽ പറയുന്നു വിവാഹിതയായ യുവതി, വിവാഹിതയായി 1 വർഷമായ യുവതി. അപ്പോൾ വിവാഹിതയായ യുവതിക്ക് എങ്ങനെ രാഹുലിനെ വിവാഹം കഴിക്കാൻ കഴിയും? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നടത്തിയ ഒരു പ്രതികരണമുണ്ട് ഫേസ്ബുക്കിൽ. നിയമപരമായി താൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ നിയമപരമായി താൻ തെറ്റ് ചെയ്തിട്ടില്ല. രാഹുൽ ഇതിനു മുൻപും പറഞ്ഞ മറുപടികളിൽ നിയമപരമായി താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. സ്വാഭാവികമായും ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരിക്കലും നമുക്ക് പരാതിക്കാരി അതിജീവിതയെ അധിക്ഷേപിക്കാൻ അവകാശമില്ല. കാരണം ഇതൊരു സ്ത്രീ പീഡന കേസാണ്. അവർക്കൊപ്പം, ഇരയ്ക്കൊപ്പം നിലകൊള്ളേണ്ട ഉത്തരവാദിത്വം എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ അവരുടെ ധർമ്മം എങ്ങനെയാണ് നിറവേറ്റുന്നത്? മാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷിക്കുകയാണ്, വാർത്ത റിപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്. ഈ യുവതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങുന്നത് നമ്മൾ കേട്ടു 3 മാസങ്ങൾക്ക് മുൻപാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന സമയം, പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ച് പാലക്കാട് വിജയിച്ച് MLA ആയി കേരളത്തിൻ്റെ ഒരു യുവതാരമായി ഉദിച്ച് ഉയരുന്നതിനിടയിലാണ് രാഹുലിനെതിരെയുള്ള ആദ്യ ഗർഭകഥ കേരളത്തിൽ വീഴുന്നത്. പക്ഷെ അപ്പോൾ അദൃശ്യമായിരുന്ന ഒരു യുവതി,
ആ യുവതിയെക്കുറിച്ചുള്ള ഇരയെ താൻ കണ്ടു എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു പത്രപ്രവർത്തകയാണ്. ആ പത്രപ്രവർത്തകയുടെ ആ കുറിപ്പ് ഇപ്പോൾ അതേ പത്രപ്രവർത്തകയ്ക്കെതിരെ ഇപ്പോൾ ഈ യുവതി പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ദുരൂഹതകൾ, അടിമുടി ദുരൂഹതയുള്ള ഒരു കേസാണിത്. രാഹുൽ നല്ലവനാണ് എന്നൊന്നും നമുക്ക് പറയേണ്ടതില്ല, നമ്മൾ പറയത്തുമില്ല. തുടക്കം മുതൽ ഇതിലെ രാഷ്ട്രീയ മാനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതേ നിലപാട് തറയിൽ നിന്ന് നോക്കുമ്പോൾ ഇന്നലത്തെ യുവതിയുടെ പരാതിയിൽ തുടർന്നുള്ള നീക്കങ്ങളിൽ എല്ലാം ഒരു നാടകീയത കാണുന്നു. മറ്റ് ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടിയുണ്ട്. ഈ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതിയുമായി എത്തുന്നു. പരാതി പെട്ടെന്ന് തന്നെ DGP ഓഫീസിലേക്ക് കൊടുത്തുവിടുന്നു. ഒരു ഇരയാക്കപ്പെട്ട യുവതിയാണെങ്കിൽ മാധ്യമങ്ങളെയെല്ലാം വിളിച്ച് ഇത്ര ആഘോഷപൂർവ്വം സെക്രട്ടേറിയറ്റിനുള്ളിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതി കൊടുക്കാൻ പോകുമോ? പരാതി കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രിക്ക് ഇതാ പരാതി ലഭിച്ചു, ആ പരാതിയിലെ വിശദാംശങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് പത്രങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ ഈ വാർത്ത ഇട്ടുകൊടുക്കുമോ? തൊട്ടു പിന്നാലെ ഹൂ കെയേഴ്സ് എന്നതിന് പകരം വി കെയേഴ്സ് എന്ന് ശിവൻകുട്ടി അടക്കമുള്ള എല്ലാ CPM നേതാക്കളും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ഒരു വെൽ പ്ലാൻഡ് ക്യാമ്പയിൻ അവിടെ നടന്നിരിക്കുന്നു. യുവതിയുടെ പരാതിക്ക് പിന്നിൽ ഒരു ക്യാമ്പയിനുണ്ട്. പരാതി ഇത്ര ബ്ലാസ്റ്റിംഗ് ആയി കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഈ പരാതി നൽകി യുവതി സെക്രട്ടേറിയറ്റിന്റെ പടിയിറങ്ങുന്നതിന് മുൻപ് DYFI രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് വളയുന്നു. ഓഫീസ് പൂട്ടി രാഹുലിന്റെ സ്റ്റാഫ് ഓടി രക്ഷപ്പെടുന്നു. കാരണം ആക്രോശിച്ച് വരുന്ന DYFI പ്രവർത്തകരാണ്. അപ്പൊ ഇതെല്ലാം സെറ്റിട്ടതുപോലെയാണ്, പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ പല തലങ്ങളിൽ അടൂരിലെ വീട് വളയുന്നു. അപ്പൊ എല്ലാം ഓർഗനൈസ് ചെയ്ത് നിർത്തി ഒരു പരാതി കൊടുക്കൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് ഓഫീസിന് മുന്നിൽ പരാതി നൽകി മിനിറ്റുകൾക്കുള്ളിൽ ഒരു റീത്ത് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ റീത്ത് വരെ കരുതി വെച്ചാണ് പരാതി കൊടുപ്പിച്ചത്. അപ്പോൾ രാഹുലിന്റെ ഓഫീസിന് മുന്നിലുള്ള പ്രകടനം, രാഹുലിന്റെ ഓഫീസിന് മുന്നിൽ വെക്കാനുള്ള റീത്ത്, നേതാക്കളുടെ പ്രതികരണങ്ങൾ, മാധ്യമങ്ങൾക്ക് മുൻപിൽ ഏതൊക്കെ വാർത്തകൾ ചോർത്തി കൊടുക്കണം, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വളരെ വിശാലമായ പ്ലാനിങ് ഇതിന് പിന്നിലുണ്ട്. ഇതാണ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. രാഹുൽ ചെയ്ത തെറ്റ് അത് നമുക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല. അതൊരു അയാളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് രാഹുൽ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവാവ് എന്ന് മാത്രം നമുക്ക് പറഞ്ഞുകൂടാ. പുര നിറഞ്ഞ അധികപ്രസംഗിയായി നിൽക്കുന്ന ഒരു യുവാവാണ്. പല കോണുകളിൽ നിന്ന് എന്തായാലും ഒരാളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായില്ല എങ്കിൽ ഇത്രയധികം പരാതികളോ ആക്ഷേപങ്ങളോ ഉയർന്നു വരത്തില്ല. പക്ഷേ പലരും അവരുടെ നെഞ്ചിലേക്ക് കൈ തിരിച്ചു പിടിക്കണം. പല രാഷ്ട്രീയ നേതാക്കളും സ്വയം നെഞ്ചിൽ കൈവച്ച് ചോദിക്കണം. രാഹുൽ ചെയ്ത വൃത്തികേടുകൾക്ക് ന്യായീകരണമില്ല. പക്ഷേ ഇപ്പോൾ ഈ രാഹുലിന്റെ വാർത്ത മാത്രം ആഘോഷിക്കുന്ന മാധ്യമങ്ങൾക്ക് അവർക്ക് ചില അജണ്ടകളില്ലേ എന്ന് സംശയിക്കുന്നു. അവരൊക്കെ ഈ LDFന്റെ CPMന്റെ ഈ രാഷ്ട്രീയ നാടകത്തിന് മുന്നിൽ വീണുപോയതാണോ, വീഴ്ത്തപ്പെട്ടതാണോ, അതോ അവരൊക്കെ ചേർന്നൊരുക്കുന്ന വലിയൊരു രാഷ്ട്രീയ നാടകമാണോ ഇത്? രാഹുലിനെ വന്ധ്യതയ്ക്ക് വിധേയമാക്കണം എന്നാണ് പ്രശാന്ത് ശിവൻ പറയുന്നത്. പ്രശാന്ത് ശിവൻ BJP വന്ധ്യംകരണം ചെയ്യണം, വന്ധ്യതയ്ക്ക് വിധേയമാകൽ, വന്ധ്യംകരണം ചെയ്യണം. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ യുവതി നൽകിയ പരാതി ഒറ്റ പരാതിയെ നമുക്ക് മുന്നിലുള്ളൂ. കൂടുതൽ പരാതികൾ വരട്ടെ, ബാക്കിയൊന്നും പരാതിയായിട്ടില്ല. പക്ഷെ ഇവിടെ സ്വാഭാവികമായി രാഹുൽ ഈശ്വർ ഉയർത്തിയ ചില ആക്ഷേപങ്ങളുണ്ട്, ദീപ ജോസഫ് ഉയർത്തിയ ചില ആക്ഷേപങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ഗർഭിണിയാക്കാൻ നിർബന്ധിച്ചത്? അതിന് നമുക്ക് മുന്നിൽ ചോദ്യങ്ങളില്ല. എന്തുകൊണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ യുവതിയുടെ വിവാഹം ഏതോ ഒരു യുവതിയുടെ, ഈ പരാതിക്കാരിയാണോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് വ്യക്തതയോടെ അഭിപ്രായം പറയുകയും വയ്യ. പക്ഷേ രാഹുൽ ഈശ്വറും ദീപ ജോസഫും ഒക്കെ പറയുന്നത് ശരിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീ വിവാഹിതയായി 1 വർഷം. അപ്പോൾ ആ കാലഘട്ടത്തിനുള്ളിൽ നടന്ന സംഭവങ്ങൾ എന്ത്? രാഹുൽ വളരെ മോശക്കാരനാണെങ്കിൽ, സ്ത്രീകളെ ഒന്നൊന്നായി പീഡിപ്പിച്ച് തള്ളുന്ന ഒരു കൊടൂര പീഡകരാണെങ്കിൽ മറ്റു സ്ത്രീകളൊക്കെ എന്തിനാണ് മടിക്കുന്നത്? കാരണം ഇപ്പോൾ ഒരു യുവതി രംഗത്തെത്തിയിരിക്കുന്നു, അവരോട് കടന്നു വരട്ടെ. രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. കാരണം അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. കാരണം പിണറായി വിജയന്റെ പോലീസാണ് പിടിച്ചകത്തിടും. ഇപ്പോൾ ഒരു യുവതിയുടെ പരാതിയിലാണ്, അതും നിർബന്ധിത ഗർഭചിത്രത്തിന്. കാരണം പ്രോസിക്യൂഷൻ പറയുന്നതിനപ്പുറം ചിലപ്പോൾ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള പ്രയാസം വരാൻ, ഇത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്
രാഹുലിനെ സംബന്ധിച്ച് മികച്ച അഭിഭാഷകരുമൊക്കെയായി സംസാരിച്ച് ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം തുടരണം, ഹൈക്കോടതിക്ക് മുൻപിൽ കൊടുക്കണം. ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം, തൻ്റെ ഭാഗം ന്യായീകരിക്കണം. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരു കാര്യത്തിൽ രാഹുലിനെ സമ്മതിച്ചതേ ഉള്ളൂ. രാഹുൽ ഇതുവരെ ഈ യുവതിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. യുവതിയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തലുകളും ഒരു സൂചനകൾ പോലും രാഹുൽ പറയുന്നില്ല. നിയമപരമായി താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നു. പിന്നെ നിർബന്ധിത ഗർഭഛിദ്രം, അവിടെ ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നിൽ വരും. കാരണം ഒരു സുഹൃത്ത് ജോബി ജോസഫാണ് ഈ ഗുളികയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന അടൂരിൽ നിന്ന്. ഒരു സുഹൃത്ത് കൊണ്ടുപോയി ഗുളിക കൊടുത്ത് ഫോണിൽ കൂടെ വിളിച്ച ഒരാൾ ഭയപ്പെടുത്തി എന്ന് പറയുന്നതിൽ എന്താ യുക്തി? ആ ഫോൺ എടുക്കാതിരുന്നാൽ പോരെ, അല്ല ഫോൺ കട്ട് ചെയ്താൽ പോരെ. നമുക്ക് താല്പര്യമില്ല എങ്കിൽ ഒരു ഗുളിക ഒരാൾ കൊണ്ടുവന്ന് തന്നാൽ എങ്ങനെ അതൊരു നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നാക്കും? അപ്പോൾ അത് ഗുളിക എത്തിച്ചു കൊടുത്തു എന്ന കുറ്റം ഒരുപക്ഷെ ജോബിക്കെതിരെ വരാം. ഗുളിക കഴിക്കുന്നതും അതിന്മേലുള്ള അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നതൊക്കെ ഈ യുവതിയാണ്. അപ്പം ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലൊക്കെ ചില സംശയങ്ങൾ നിൽക്കും. ഇതിൽ എത്രത്തോളം നിർബന്ധിത ഗർഭഛിദ്രമുണ്ട് എന്നൊരു എലമെൻറ്റ്, മെഡിക്കൽ രേഖകളൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് മുന്നോട്ട് ഉന്നയിക്കാൻ കഴിയാത്ത ഒട്ടനവധി സംശയങ്ങളുണ്ട്. കാരണം വിഷയം ഇതാണ്, ഇവിടെ ഒരു യുവതിയെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല. ഒരു കാര്യം വ്യക്തമാണ്, രാഹുലിനെതിരെ ഇപ്പോൾ നടക്കുന്നത് ഒരു രാഷ്ട്രീയ ആക്രമണമാണ്. പക്ഷേ ഇതിൻ്റെ മുന ചെന്നു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണ്. കോൺഗ്രസ്സുകാർ വീണ്ടും തീ പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന അവസ്ഥയാണ്. അവിടെ ഇപ്പോഴും ഗ്രൂപ്പ് പോരിൻ്റെ അവശിഷ്ടങ്ങൾ ആവർത്തിക്കുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരം 1-2 കോൺഗ്രസ് നേതാക്കളുമായൊക്കെ സംസാരിച്ചു. അവർക്കൊക്കെ രാഹുലിനോട് മറ്റൊരു തലത്തിലുള്ള അസൂയുണ്ട്. അവർ പറയുന്നത് അവന് മര്യാദയ്ക്ക് ഇരുന്നൂടെ, ഇത്രയും അവന് കിട്ടിയതൊന്നും പോരെ. പിന്നെ പാലക്കാട് വന്നിരിക്കുന്നു, ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നു, മറ്റേ വീട് കയറാൻ നോക്കുന്നു, അതിന്റെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് വീഡിയോയും ഫോട്ടോയും എടുക്കുന്നു, ചില നടിമാരെ കൊണ്ടുവരുന്നു, അവരെ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. ഇവൻ എന്തൊരു ഷോയാണ്, അവൻ അനുഭവിക്കട്ടെ. അപ്പോൾ അവൻ അനുഭവിക്കട്ടെ എന്ന വികാരം പൊതുവെ കോൺഗ്രസ് നേതാക്കളിൽ പോലുമുണ്ട്. പലരും അതുകൊണ്ട് തന്നെ ഈ എരുതിയിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചിരുന്നു. പിന്നെ ഇതൊരു ഉത്സവമാണ്. ഒരാളെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രശസ്തിയിലെ സ്വാധീനത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവനെ എറിഞ്ഞു വീഴിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം ശൈലിയാണ്. നിലത്ത് വീണ് കിടന്ന് പിടയുന്നത് കണ്ട് ആസ്വദിക്കുക, അതിൻ്റെ വാർത്തകളൊക്കെ കൊടുത്ത് ഒരു ഉന്മാദ ലഹരിയിൽ ആഴുക, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടെ രക്ഷപ്പെട്ടു പോകുന്ന ഒട്ടനവധി കാര്യങ്ങളില്ലേ. ഒന്ന്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ UDF കിട്ടിയിരുന്ന ഒരു അപ്പർ ഹാൻഡ്, അത് എത്രത്തോളം ഇത്തരം രാഹുൽ വിഷയങ്ങളിൽ നഷ്ടപ്പെടും. ഇവിടെ കോൺഗ്രസ് ആർജവത്തോടെ നിന്നില്ലെങ്കിൽ അവർ പാതാളക്കുഴിയിലാകും. ഇവിടെയാണ് കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അവർ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് തങ്ങളുടെ പ്രതികരണങ്ങളും സമരവും ശ്രദ്ധയും എല്ലാം മാറ്റണം. രാഹുൽ വിഷയത്തിൽ അവരെന്തിനാണ് പ്രതികരണത്തിന് മുതിരുന്നത്? രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിൽ കിടന്ന് തമ്മിൽ തല്ലി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നഷ്ടം വരുത്തിയാൽ അത് കോൺഗ്രസ് എന്ന പാർട്ടിക്കും UDF എക്കാലത്തും വലിയ നഷ്ടമുണ്ടാക്കും. മറുവശത്ത് LDF പഴയ LDF ഒന്നുമല്ല. അവർ വളരെ സംഘടിതമായ തലത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനും സമൂഹ മാധ്യമ ഇടപെടലുകൾ നടത്താനും സൈബർ ആക്രമണങ്ങൾ നടത്താനും ഇന്ന് വളരെ ശക്തരായ ഏറ്റവും മികവുറ്റ ടീമുകളുള്ള വലിയ സംവിധാനമാണ്. ഏകദേശം 10,000-ഓളം ആളുകൾ ഈ മേഖലയിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. കാരണം തുടർച്ചയായി 2 വട്ടം കേരളം ഭരിച്ച് ഇഷ്ടംപോലെ കയ്യിൽ പണമൊക്കെയുണ്ട്. കോൺഗ്രസ് സംഘടനാപരമായി വളരെ ഒരു ദുർബലമായി നിൽക്കുന്നു. മറുവശത്ത് ഇവർ വളരെ കേഡർ സ്വഭാവത്തിൽ വാർഡ് തല ബൂത്ത് തല ഏകോപനം ഉൾപ്പെടെ താഴെക്കടയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളം ഉൾപ്പെടെ CPM കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ AKG സെൻറ്ററുമായി ബന്ധപ്പെട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ക്യാപ്സ്യൂളുകളും ഏറ്റവും താഴെത്തട്ടിൽ വരെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ധാരാളം പോസ്റ്ററുകൾ കാണാൻ കഴിയും, ധാരാളം ഫ്ലെക്സുകൾ കാണാൻ കഴിയും. ഇതൊക്കെ സെൻട്രലൈസ് ചെയ്ത് തയ്യാറാക്കി നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ഇത്തരം പ്രചരണ ആയുധങ്ങൾ, ഇത്തരം പ്രചരണ രീതികൾ, ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ UDF പലപ്പോഴും കഴിയാറില്ല. സാർ, ഒപ്പം ഇത് വോട്ടായിട്ട് LDF ബാങ്കിലേക്ക് വരാനുള്ള സാധ്യത അത്ര സാധ്യതയില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ ആരും ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വല്ലാത്തൊരു ഒരു പ്രശ്നമുണ്ട്. കാരണം രാഹുൽ വിഷയത്തിൽ ഒരു അമിത പ്രാധാന്യം ഇവിടുത്തെ മാപ്രകൾ കൊടുത്തു എന്ന ഒരു പഴി തുടക്കം മുതൽ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു. കാര്യം റിപ്പോർട്ടർ ചാനലാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തതെങ്കിലും 24ഉം ഏഷ്യാനെറ്റും ഒക്കെ രാഹുൽ മാങ്കൂട്ടം വിഷയം ശക്തമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കാരണം ഇത് ഈ ബാർക്ക് റേറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്.
ഈ രാഹുൽ വിഷയം ഉയർന്നു വന്ന ഏറ്റവും ടോപ്പിൽ നിന്നപ്പോഴാണ് ഈ റിപ്പോർട്ടർ അങ്ങ് ടോപ്പിൽ കയറിപ്പോയത്. അപ്പം ബാക്കിയുള്ളവർക്ക് ഈ വിഷയം ഏറ്റെടുക്കാൻ കഴിയാതെ വന്നു. അപ്പം മാധ്യമ മത്സരങ്ങളുടെ ഒരു ഇരയായി രാഹുൽ മാറി. പിന്നെ ഇവിടെ യഥാർത്ഥ ഇര ആര് എന്ന ചോദ്യം ഇന്നലെ ദീപ ജോസഫൊക്കെ ചോദിച്ചിരുന്നു. മറ്റൊരു ഇരയെക്കുറിച്ചുകൂടി ഒരു ഇരവാദം കൂടി അവർ ഉയർത്തി. അതൊക്കെ അന്വേഷിക്കപ്പെടണം. ആ തലത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ മാധ്യമ മത്സരങ്ങൾക്കിടയിൽ രാഹുലിനെ അവർക്ക് വീണുകിട്ടി. രാഹുൽ ഇരയൊന്നുമല്ല. രാഹുലിൻ്റെ പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അയാൾ ഇത്തരത്തിൽ വീഴിച്ചു. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു, വില കൊടുക്കുകയും ചെയ്യണം. അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാൻ പൂർണ്ണമായൊന്നും മാധ്യമങ്ങൾക്ക് കഴിയില്ല. ഇതിന് ജനങ്ങൾ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ ഭയാനകമായ ഡിസ്ക്രിപ്ഷൻസ് അന്ന് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ വന്നു. അന്ന് ഉമ്മൻചാണ്ടി ഏതൊക്കെ തലത്തിൽ ആക്രമിച്ചു. പക്ഷെ ഉമ്മൻചാണ്ടി അവിടെ നിരപരാധിയായിരുന്നു. രാഹുൽ പൂർണ്ണ നിരപരാധിയല്ല. പക്ഷെ രാഹുലും ആ യുവതിക്കുമിടയിലുള്ള അവരുടെ വ്യക്തി ജീവിത സ്വകാര്യതകൾ എന്തൊക്കെയാണ്, അക്കാര്യത്തിൽ ഇപ്പോഴും രാഹുൽ മൗനം പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഏകപക്ഷീയമായി ആരോപണങ്ങൾ ഉയർന്നു വരുന്നൊരു ഭാഗത്തെ മാത്രം പുകഴ്ത്തി രാഹുൽ വലിയ കൊടിയ പീഡകനാണ് എന്നിപ്പോഴും പറയാറായിട്ടില്ല. പക്ഷേ രാഹുലിന്റെ ഒരു സ്വഭാവം വളരെ മോശമാണ്. എന്തായിരിക്കാം ഇനിയുള്ള നീക്കം നമുക്ക് മനസ്സിലാക്കാൻ? രാഹുലിന് നിയമപരമായി വലിയ അപകടം ഇത് ചെലുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യുവതി ഈ പരാതി കൊടുക്കാൻ താമസിച്ചതിൽ, യുവതിയെക്കുറിച്ച് ഇപ്പോൾ മറ്റു ചിലർ നടത്തിയ വിശദീകരണങ്ങൾ സത്യമാണെങ്കിൽ കോടതിക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകും. ആ ചോദ്യത്തിന് വ്യക്തതയോടെ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ രാഹുലിന് ജാമ്യം ഉൾപ്പെടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കേസ് നിലനിൽക്കാൻ പോലും പ്രയാസകരമാകുന്നൊരവസ്ഥയിലേക്ക് വരും. തൽക്കാലം രാഹുലിനെ ആക്രമിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിച്ചുകൂട്ടുക മാത്രമാണ് LDFന്റെ ലക്ഷ്യം. അതിൽ എത്രമാത്രം വിജയിക്കുമെന്ന് ഇന്ന് പറയുക വയ്യ. പക്ഷെ 2 ദിവസത്തിന് ഒരു പക്ഷേ ഇത് നേരത്തെ നമ്മൾ കണ്ട ആരോപണങ്ങൾ പോലെ ഒരു യു-ടേൺ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോഴും ഇവിടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് ഇപ്പൊ തിരിയും പെട്ടെന്ന് തന്നെ തിരിയും. തീർച്ചയായിട്ടും തിരിഞ്ഞ് കഴിയൂ. അതിനുള്ള ഒരു രാഷ്ട്രീയ ബോധം UDF ഇപ്പോൾ പുറത്തെടുത്തില്ല എങ്കിൽ അവർക്ക് വലിയ രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വരും. തീർച്ചയായും. അതുകൊണ്ടായിരിക്കാമോ ഒരു പക്ഷേ വി സതീശൻ ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കാത്തത്? സതീശൻ ആദ്യത്തെ അടിയിൽ പതറിപ്പോയി. രമേശും ആദ്യത്തെ അടിയിൽ പതറിപ്പോയി. പിന്നീട് സുധാകരൻ കട്ടയ്ക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നെ എല്ലാവരും പറയുന്ന യുവതിയെ കോൺഗ്രസ് നേതാക്കളും ചില മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് കുത്തി ഇളക്കി വിട്ടാന്ന്. അങ്ങനൊന്നുമല്ല. ഈ യുവതി ചിലരുടെ കൈകളിലാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി കൊടുത്തത്. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെ ചട്ടുകമായി പ്രവർത്തിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധ്യമുള്ള ജനങ്ങൾ തന്നെയാണ്. 10 വോട്ടിന് വേണ്ടി രാഹുലിനെ ഒറ്റ കൊടുക്കാനാണ് നീക്കമെങ്കിൽ അത് കണ്ടു തന്നെ അറിയാം നമുക്കല്ലേ സാർ? രാഹുൽ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും തെളിവുകൾ പുറത്തു വരട്ടെ. എന്തായിരിക്കും വരും ദിവസങ്ങളിലെ അല്ലെങ്കിൽ വരും മണിക്കൂറിലെ നടപടികൾ എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.